ഇന്ന് ഞാൻ ചെയ്യുന്നത് ചട്ടിപ്പത്തിരിയാണ്. അപ്പോൾ ചട്ടിപ്പത്തിരി നമുക്ക് സ്വീറ്റ് ആയിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ സ്പൈസിയും ഉണ്ട്. അപ്പോൾ രണ്ട് റെസിപ്പി ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്ന റെസിപ്പീസ് തന്നെ ആയിരിക്കും, എന്നാലും അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ എൻ്റെതായ ഒരു രീതിയിലുള്ള സ്വീറ്റ് ചട്ടിപ്പത്തിരിയാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ സ്പൈസി ആയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ആ ഒരു രീതിയിൽ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ സ്പൈസി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് മസാല വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ പീസ് ബീഫ് ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കറി ഉണ്ടാക്കുന്ന ടൈമിൽ അതിൻ്റെ കൂടെ ഇട്ടിട്ടുള്ള ബീഫാണ്. ഇതുപോലെ ചെറിയ പീസൊക്കെ ആകുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് വേവിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കറിയിലിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ഇനി അതൊന്ന് ഇതുപോലെ മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് അരിഞ്ഞു പോകണ്ട, ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഒരു 3-4 പ്രാവശ്യം പൾസ് ചെയ്തെടുക്കുമ്പോൾ നമുക്കിതുപോലെ നല്ല പൊടിഞ്ഞ് കിട്ടും. ഈ ഒരു ബീഫ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാനിൽ ഞാൻ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഈ ബീഫ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ചിക്കനിലായാലും ചെയ്യാം. അപ്പോൾ ചിക്കനിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ ക്രഷ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് അതേ പാനിൽ തന്നെ ഞാൻ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചിട്ട് 2 മീഡിയം സൈസ് സവാള ഇതുപോലെ സ്ലൈസ് ചെയ്ത് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 3 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം എരിവിനനുസരിച്ചിട്ട് 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സവാളക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി, കാരണം ബീഫിൽ ഓൾറെഡി ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഉള്ളി നന്നായിട്ട് വഴന്ന് വരണം. ഈ ഒരു റെസിപ്പിക്ക് നമ്മൾ ഒരു സാധാരണ നമ്മുടെ എല്ലാ സ്നാക്സിനും യൂസ് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫും കൂടെ ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ചട്ടിപ്പത്തിരിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്വീറ്റ് ആയിട്ടുള്ളതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക. ഈ ഒരു റെസിപ്പി തന്നെ നമ്മൾ പല ടൈപ്പിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണിത്. ഇനി ഇതിലേക്ക് ഒരു 10 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലായാലും ചെയ്തെടുക്കുക. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു രീതിയിലാണ് പശുപ്പാൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂൺ ഏലക്കായ് പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഉപ്പ് ചേർത്തിട്ടുള്ളത് ഈ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് മൈദയും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു, ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ. എന്നിട്ടൊന്ന് തിന്നായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ഈ 2 റെസിപ്പിക്കും കൂടെ വേണ്ടിയിട്ടുള്ള ചപ്പാത്തിൻ്റെ അളവാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി ഇപ്പം ഇതൊരു തിന്നായിട്ട് പരത്തിയിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് റൗണ്ടിൽ പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ആ പാത്രത്തിൻ്റെ സൈസിനനുസരിച്ചൊന്ന് പരത്തിയെടുത്താൽ മതി. ഇതുപോലെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഇതൊരു ഫ്രൈ പാനിൽ വെച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കുക. അപ്പോൾ 2 സൈഡും വേവുന്നത് വരെ ഒന്ന് ചുട്ടെടുക്കുക. കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല, കളർ ചേഞ്ച് ആവാതെ തന്നെ ഒന്ന് ചുട്ടെടുക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ചപ്പാത്തി ഓരോന്നൊക്കെ ഇങ്ങനെ കളർ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈമിൽ കളർ ചേഞ്ച് ആവാതെ എടുക്കുക. അപ്പോൾ കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഇത് ചപ്പാത്തി കുറച്ചും കൂടെ ഹാർഡാകും. അപ്പോൾ നമ്മളിതിങ്ങനെ ലെയർ ചെയ്തിട്ട് കഴിക്കുമ്പോൾ പിന്നെ അത് കട്ട് ചെയ്ത് കഴിക്കുക വെന്ത് കിട്ടുന്ന ടൈമിൽ കുറച്ച് ഹാർഡായിരിക്കും ഉള്ളിലത്തെ ലേസൊക്കെ കടിക്കാൻ. അപ്പോൾ കളർ ചേഞ്ച് ആവാതെ തന്നെ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുക. ഞാനൊരു സ്വീറ്റ് ആയിട്ടുള്ളതിന് വേണ്ടിയിട്ട് 8 ലേസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 8 ചപ്പാത്തിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സ്പൈസിക്ക് 4 എണ്ണമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ലേസിൽ നമുക്കിത് ചെയ്തെടുക്കാം. ഇതെല്ലാം ലെയർ ചെയ്തതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ വേവാൻ വേണ്ടി വെക്കുക. ഇനി ഇതൊന്ന് ലെയർ ചെയ്തെടുക്കുക. അപ്പോൾ ഈ സ്വീറ്റ് ആയിട്ടുള്ളതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആദ്യം ഒരു ലെയർ ചപ്പാത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മുട്ടൻ്റെ മിക്സ്ചർ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അധികം ഒഴിക്കേണ്ട, അധികം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടാനും കുറച്ച് ടൈം എടുക്കും. പിന്നെ തീരെ ഒഴിക്കാണ്ടിരുന്നാൽ ചപ്പാത്തി ഡ്രൈ ആയി പോവുകയും ചെയ്യും. ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ട് കുറച്ച് മുട്ട ഒഴിക്കുക. എന്നിട്ട് അടുത്ത ലെയർ ചപ്പാത്തി വെക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മേലേക്ക് കുറച്ച് ഒരു മുട്ടൻ്റെ മിക്സ്ചർ ഒഴിക്കുക. എന്നിട്ട് വീണ്ടും ചപ്പാത്തി വെക്കുക.
അപ്പോൾ നമ്മൾ കാഷ്യൂനട്ട് നേരത്തെ ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഈ ഒരു ലെയർ ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ ഇടയിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് ചില സ്ഥലങ്ങളിൽ ആവിയിലാണ് വേവിച്ചെടുക്കുക. അപ്പോൾ ആവിയിൽ ആദ്യം ഒരു ലെയർ വെച്ച് അതൊന്ന് കുറച്ച് മുട്ടൻ്റെ മിക്സർ ഒഴിച്ച് അതൊന്ന് കുക്കായി കഴിഞ്ഞപ്പോൾ അടുത്ത ലെയർ വെക്കും. അങ്ങനെ കുറേ ടൈം എടുക്കും അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആകുമ്പം ഒരു ടൈമിൽ തന്നെ ചെയ്തിട്ട് നമുക്കൊന്ന് ഒരുമിച്ചിട്ട് വേവാൻ വേണ്ടി വെക്കാം. ചില സ്ഥലങ്ങളിൽ ഈ ഒരു ചപ്പാത്തിക്ക് പകരം ദോശയാക്കിയിട്ടാണ് ചെയ്യുക. ദോശയാക്കിയിട്ട് ലെയേഴ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പം എനിക്ക് ദോശനേക്കാളും ഒന്നും കൂടി ഇഷ്ടമായിട്ടുള്ള ചപ്പാത്തിയിൽ ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ആ ഒരു ഏരിയയിലും ചപ്പാത്തി തന്നെയാണ് ചെയ്യുന്നത്. ഇനി സ്പൈസി ആയിട്ടുള്ളതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ ഇതുപോലെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. 2 മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ചപ്പാത്തി എടുത്തിട്ട് ഈ മുട്ടയിലൊന്ന് മുക്കുക. 2 സൈഡും നന്നായിട്ട് മുട്ടയിൽ മുക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മസാല ഓവറായിട്ട് വെക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ എല്ലാ ലെയേഴ്സിലും ഇതുപോലെ മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓവറായിട്ട് മസാല വെച്ച് കഴിഞ്ഞാലും കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ വെറും മസാല കഴിക്കുന്ന ഒരു ഫീലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കണക്കായിട്ടുള്ള മസാല വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ എല്ലാ സൈഡിലും നന്നായിട്ട് സ്പ്രെഡ് ആവുന്ന വിധത്തിൽ തന്നെ വെച്ച് കൊടുക്കുക. ഈ ഒരു മസാല വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത ലെയർ ചപ്പാത്തി എടുത്തിട്ട് ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് ഇതിൻ്റെ മേലിലേക്ക് വെച്ച് കൊടുക്കുക. ഇങ്ങനെ എല്ലാ ലെയേഴ്സും ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മളിത് ലെയർ ചെയ്തതിന് ശേഷം ഈ ഒരു മുട്ടൻ്റെ മിക്സ്ചർ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ മേലിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ വെക്കേണ്ടത് ചപ്പാത്തിയാണ്. അതിൻ്റെ മേലിൽ പിന്നെ മസാല വെക്കാൻ പറ്റില്ല. അപ്പോൾ ലാസ്റ്റായിട്ടും ഏറ്റവും മുകളിലും ഏറ്റവും താഴെയും ഇതുപോലെ ചപ്പാത്തിൻ്റെ ലെയറാണ് ഉണ്ടാവേണ്ടത്. ഇതും ഇതുപോലെ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക. അപ്പോൾ ഇതിൻ്റെ അടി ഒന്ന് കരിഞ്ഞു പോകാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പാത്രം, പഴയൊരു പാത്രം ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒരു അലുമിനിയത്തിൻ്റെ മൂടി എന്തെങ്കിലും ഈ ഒരു പാത്രത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് അധികം ചൂട് തട്ടാത്ത രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കുക. അധികം ഈ ഒരു സ്വീറ്റ് ആയിട്ടുള്ളതിനാണ് ഈ ഒരു പ്രശ്നം വരാറുള്ളത്. അതാണ് കുറച്ചും കൂടെ ടൈം എടുക്കുക കുക്കിങ്ങിന്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യലായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ 2 റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസാണ്. അപ്പം ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്